ഹോമിലെ എക്സാം ഡോക്യുമെൻറ്റ്സിൽ നൽകിയിട്ടുള്ള morning.sifz എന്ന ഫയൽ സിൻഫിക് സ്റ്റുഡിയോ സോഫ്റ്റ്വെയറിൽ തുറന്നു സൂചന പ്രകാരം ആനിമേഷൻ തയ്യാറാക്കുക. സൂചന: ഹോമിലെ ഇമേജസ് 10 ഫോൾഡറിലുള്ള test_1.png എന്ന ചിത്രം ഉൾപ്പെടുത്തുക. ഈ ചിത്രം 0 ഫ്രെയിമിൽ ഇടതുഭാഗത്തു നിന്നും 90ാമത്തെ ഫ്രെയിമിൽ വലത്തെ അറ്റത്തും 120ാമത്തെ ഫ്രെയിമിൽ തിരിച്ച് ഇടത്തെ അറ്റത്തും എത്തുന്ന രീതിയിൽ ആനിമേഷൻ തയ്യാറാക്കുക. ഈ ആനിമേഷൻ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ചോദ്യം നമ്പർ ഫയൽ നാമമായി നൽകി ഹോമിലെ exam10 എന്ന ഫോൾഡറിൽ സേവ് ചെയ്യുക. ഈ ഫയൽ ഇതേ പേരിൽ FLV ഫോമാറ്റിൽ റെൻഡർ ചെയ്ത് സേവ് ചെയ്യുക. ഇവിടെ സേവ് ചെയ്യുകയും റെൻഡർ ചെയ്യുകയും ചെയ്യണം. രണ്ട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഓപ്പൺ ദ ഫയൽ morning.sifz given in the exam documents folder in home using Synfig Studio software and prepare an animation as per the instructions given below. Hints: use the image test_1.png given in the images 10 folder in home. Create the animation in such a way that this image starts from left at frame 0, reaches the right end at the 90th frame, and come back to the left end at the 120th frame. Save this animation to exam10 folder in home with your register number question number as the file name. Render and save this file in FLV format with the same file name. Synfig Studio തുറക്കുന്നു. ആപ്ലിക്കേഷൻസ്, ഗ്രാഫിക്സ്, Synfig Studio. morning.sifz എന്ന പ്രോജക്റ്റ് ഫയൽ ഇതിലേക്ക് നമുക്ക് ആദ്യം ഓപ്പൺ ചെയ്യാം. അതിനുവേണ്ടി ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു, ഓപ്പൺ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഹോമിലെ എക്സാം ഡോക്യുമെൻറ്റ്സിലാണ് ഫയലുള്ളത്. തുറക്കേണ്ട ഫയൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് തുറക്കുന്നു. ഇനി PNG ഫയൽ ഇമ്പോർട്ട് ചെയ്യാൻ ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു, ഇമ്പോർട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ചേർക്കേണ്ട ഫയൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് തുറക്കുന്നു. ഹാപ്പി ന്യൂ ഇയർ എന്ന ടെസ്റ്റിനെ ആനിമേഷൻ തുടങ്ങുന്ന ഭാഗത്തേക്ക് നീക്കി വയ്ക്കുന്നു. ആനിമേഷൻ തുടങ്ങുവാനായി ഇവിടെ ആനിമേഷൻ മോഡ് ഓൺ ചെയ്യുന്നു. 0 ഫ്രെയിമിൽ ടെസ്റ്റ് ഇടതു ഭാഗത്ത് തന്നെയാണ്. 90ാമത്തെ ഫ്രെയിമിൽ വലതു ഭാഗത്തേക്ക് പോകണമെന്ന് ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് 90 എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം എൻ്റർ കീയിൽ അമർത്തി ഹാപ്പി ന്യൂ ഇയർ എന്ന ടെസ്റ്റ് 90ാമത്തെ ഫ്രെയിമിൽ വരേണ്ട സ്ഥാനത്തേക്ക് അതിനെ നീക്കി വയ്ക്കുന്നു. 120ാമത്തെ ഫ്രെയിമിൽ ഇത് ഇടത് ഭാഗത്ത് വരണമെന്ന് ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ 120 എന്ന് ടൈപ്പ് ചെയ്യുന്നു, എൻ്റർ കീയിൽ അമർത്തുന്നു. 120ാമത്തെ ഫ്രെയിമിൽ ടെസ്റ്റ് ഇവിടെ ഇടത് ഭാഗത്ത് തന്നെയുണ്ട്. അതുകൊണ്ട് ഇതിനെ നീക്കി വയ്ക്കേണ്ട ആവശ്യമില്ല. ആദ്യത്തെ ഫ്രെയിമിലേക്ക് പോയതിന് ശേഷം നമുക്കിതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് അത് പ്ലേ ചെയ്ത് നോക്കുന്നു. ആനിമേഷൻ ചെയ്തു കഴിഞ്ഞു. ഇനി ഇത് ആദ്യം സേവ് ചെയ്യണം. ഇത് സേവ് ചെയ്യുന്നതിന് ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്താൽ പോരാ, സേവ് ആസ് ഓപ്ഷനാണ് ഉപയോഗിക്കേണ്ടത്. സേവ് ആസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. രജിസ്റ്റർ നമ്പർ പ്രകാരം ഇവിടെ പേര് നൽകുന്നു. ഇവിടെ കാണുന്ന എക്സ്റ്റൻഷൻ മായ്ച്ചു കളയുന്നില്ല. ഇനി ഹോം ഫോൾഡർ സെലക്ട് ചെയ്യുന്നു, exam10 സെലക്ട് ചെയ്യുന്നു. ഇവിടെ സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഫയൽ സേവ് ചെയ്യുന്നു. ഇനി ഇത് റെൻഡർ ചെയ്യുക കൂടി ചെയ്യണം. അതിനുവേണ്ടി ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു, റെൻഡർ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ചൂസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. exam10ലാണ് സേവ് ചെയ്യേണ്ടത്. നമ്മുടെ രജിസ്റ്റർ നമ്പർ ഇവിടെ വന്നിട്ടുണ്ട്. PNG എന്നത് മാറ്റിയിട്ട് .FLV എന്നാക്കണം. ഇനി ഇവിടെ OK എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെയുള്ള റെൻഡർ എന്നതിൽ കൂടി ഇനി ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്തു. റെൻഡറിങ് തുടങ്ങിക്കഴിഞ്ഞു. റെൻഡറിങ് കഴിഞ്ഞു. ഹോമിലെ exam10 എന്ന ഫോൾഡറിലെ
നമ്മൾ സേവ് ചെയ്ത 2 ഫയലുകളും ഇവിടെ കാണാം. ഇതിൽ FLV ഫോമാറ്റിൽ വീഡിയോ ആയിട്ട് സേവ് ചെയ്ത ഫയൽ നമുക്കൊന്ന് തുറന്നു നോക്കാം. നമ്മൾ സേവ് ചെയ്ത വീഡിയോ ഇതാണ്.